ഒരു തലക്കലതാ കറുപ്പന്മാരും കറുപ്പതികളും എല്ലാവരും ഉപയോഗിക്കുന്ന കാർട്ടൂണില്ലല്ലോ, ആ കാർട്ടൂൺ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു. കാർട്ടൂണ് ചവിട്ടിക്കൂട്ടി പരത്തിയതാ കെട്ടുകെട്ടാക്കി വെക്കുകയാണ് കറുത്ത പെണ്ണുങ്ങൾ. അതിൽ മൊഞ്ചുണ്ട്, മൊഞ്ചുള്ളാത്തതുമുണ്ട്. അതിനെയും പഞ്ചാരടിച്ച് നടക്കുന്ന കുറച്ച് ഹറാം വെറുപ്പ് ചക്കന്മാരാ തൂക്കലുണ്ട്. എന്നാൽ വണ്ടി കൈകുകയും ലൈനിട്ട് പിടിക്കുകയും ചെയ്യുന്ന കുറെ കറുപ്പൻ ചക്കന്മാരുണ്ട്. അവര് നമുക്ക് ആവശ്യമുണ്ട്. കാരണം തിക്കും തിരക്കിലും വരുന്ന വണ്ടിക്ക് കൈ കാണിച്ചു നിർത്തി അവരാ ഗ്യാപ്പിലേക്ക് നമ്മളെ വണ്ടി കയറ്റി വിടുന്ന സംഭവമുണ്ടല്ലോ, അത് സ്വർഗം കിട്ടുന്നതിന് തുല്യമാണ്. അതാണ് ബാബുമക്ക. ഞാൻ കണ്ട ബാബുമക്ക 2 റിയാൽ പോയാലെന്താ, ആ സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഖൈർ തന്നെയാണത്. അൽഹംദുലില്ലാഹ് നിഅമ. والله العظيم اسمع كلامي حقنا. والله العظيم شوف هذا باب مكة والله مشكلة كل تقليد والله أصلي ما في ഉറച്ച സാധനം ഒറിജിനൽ. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ബാബു മക്ക, അതാ ബാബു മക്ക, ഈ ബാബു മക്ക എന്ന് പറയുന്ന സ്ഥലം വല്ലാഹിൽ അസീം മർറ മുഷ്കില. അത് മർറ മുഷ്കിലാണ്. വളരെ തന്ത്രപ്രധാനമായ ഒരു ഏരിയയാണ് ബാബുമക്ക. ലേക്കിൻ പക്ഷേ നീ എങ്ങാനും ഇസ്ത്രീയാക്കാൻ, അല്ലെങ്കിൽ ഇസ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇസ്ത്രീ പട്ടിയല്ല. ഇസ്ത്രീ എന്ന് പറയുമ്പോൾ സാധനം വാങ്ങാൻ വേണ്ടി ബാബുമക്കയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ, ബാബുമക്കയിലേക്ക് നിങ്ങളെങ്ങാനും ഒരു കാർട്ടൂണ് ഷാമ്പു ചോദിച്ചു കഴിഞ്ഞാൽ, ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പു തലേ തേക്കുന്ന സാധനം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിരിക്കുന്ന മുഖത്തോടു കൂടി നമ്മൾ ആളുകൾ തന്നെ ഒറിജിനൽ അല്ലേ, ഒറിജിനൽ അല്ലേ, കാണാൻ കണ്ണുകൊണ്ട് സുന്ദരമായ പാക്കിങ് കണ്ടാൽ എത്ര കൊല്ലം കറുത്ത ഭാഗത്ത് നടത്തിയവനാണെങ്കിലും പാക്കിങ്ങിന്റെ മുമ്പിലോ കണ്ടു വാങ്ങിപ്പോകും. ഓലെ പുഞ്ചിരിയിലും പോകും. ഓലെ നമ്മളെ പറ്റിച്ചൂടല്ലോ എന്നും പറഞ്ഞ് സാറെടുത്തല്ലോ 12 റിയാല് ഓലിപ്പോ നമ്മളെ പറ്റിച്ചോ? ഈ സാധനം കടക്കാരെ മുമ്പിലേക്ക് വലിച്ചിട്ട് 186 റിയാൽ എന്ന് പറയുമ്പോൾ അതാ കിടക്കുന്നു ബേക്കുന്ന് ചൂട്ടാണി കഞ്ഞൂക്കരടി പൊന്നീച്ച പാർന്ന സൈസ് ഹറാം പറഞ്ഞോനെ ദുബായ്. هذا كله تقليد ما في عازلي لا حول ولا قوة إلا بالله. شوف أنت فطورة أنك كلامنا. ഞാൻ പറഞ്ഞു ഈ 10 നോക്ക് 184 റിയാൽ ഞാൻ എടുത്തിട്ടുള്ളൂ. ലാ വല്ലാഹി